ലെസൺ 1 ഇത് പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന പാഠത്തിലത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u meter per second and travels along a straight line. If the speed increases at the rate of meter per second, every second speed at time seconds is u plus at. The speed at 1 second is 5 meter per second and at 5 seconds 13 meter per second. What is the rate ut which speed is increasing? What was the starting speed? ഒരു സെക്കൻഡിൽ യു മീറ്റർ വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗം കൂടി. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു. ടി സെക്കൻഡിലെ വേഗം u plus at ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്ററും 5ാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയിലെ തുടക്കത്തിൻ്റെ വേഗം എന്താണ്? ഇതാണ് ചോദ്യം. നമുക്കത് കണ്ടുപിടിക്കാം. എന്താണ് യു എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വേഗതയാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള വേഗത. അപ്പം എന്താണ് യു എന്ന് മനസ്സിലായല്ലോ. ഇനി എ എന്താണ്? ആക്സിലറേഷൻ. ഓരോ സമയത്തും സ്പീഡ് എങ്ങനെ മാറുന്നു എന്നതിനെ കാണിക്കുന്നു. ഓരോ സമയത്തും വേഗത എങ്ങനെ മാറുന്നു എന്നതിനെ കാണിക്കുന്നു. ഇനി എന്താണ്? യു കഴിഞ്ഞു, എ കഴിഞ്ഞു. യു എന്താണെന്ന് മനസ്സിലായി, എ എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ്? ടി എല്ലാവർക്കും അറിയാം, ടൈമാണ്, സമയം അല്ലേ. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് കാണാനായിട്ട് u plus at ഇതാണ് ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അപ്പോൾ എങ്ങനെ ടി എന്താണ്? നമുക്ക് ടി എന്ന് പറയുന്നത് 1 സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആയല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താണ്? ടി ടൈം 1 ആയാൽ ടി എന്താണ്? ടൈം 1 ആയ ഒരു സെക്കൻഡിലാണെങ്കിൽ u plus at equal to 5. ഇക്വേഷൻ കണ്ടല്ലോ. ഇനി എന്താണ്? ഞാൻ ഇക്വേഷൻ നമുക്കൊന്ന് വേണ്ടി എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് u plus a എത്രയാണ് നമുക്കറിയില്ല. എ എഴുതി. ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു? 1 പറഞ്ഞു. അപ്പോൾ ടി എ ഇൻറ്റു 1 ഈക്വൽ ടു 5. u plus എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ് അല്ലേ. ഈക്വൽ ടു 5. അപ്പം ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ടി 5 ആണെങ്കിൽ കണ്ടാ സമയം 5 ആണെങ്കിൽ എത്രയാവും സ്പീഡ്? അപ്പം നമുക്ക് നോക്കാം. u plus at എന്താണ്? ഈക്വൽ ടു 13. നമ്മളതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? the speed at 1 second is 5 meter per second and at 5 seconds 30 meter per second. 5 സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. u പ്ലസ് ടൈമിൽ എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. ഈക്വൽ ടു 13. u പ്ലസ് 5a ഈക്വൽ ടു 13. ഇതാണ് എന്ത്? സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ത്? സെക്കൻഡ് ഇക്വേഷനാണ് ആദ്യം ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് വീണ്ടും എടുത്ത് എഴുതാം. u പ്ലസ് 5a ഈക്വൽ ടു 13. നമുക്ക് u എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? u ഈക്വൽ ടു 5 മൈനസ് u പ്ലസ് a ഈക്വൽ ടു 5 എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന് എങ്ങനെ എഴുതാം? നമുക്ക് u ഈക്വൽ ടു 5 പ്ലസ് a അങ്ങോട്ട് പോയപ്പോൾ എന്തായി? മൈനസ് a ആയി മാറി. കണ്ടല്ലോ. അപ്പോൾ ഈ ഇക്വേഷനാണ്
യുവിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത് എന്തായിരുന്നു നമുക്ക് 5 മൈനസ് എ കണ്ടല്ലോ യു 5 മൈനസ് എ അപ്പോൾ നമ്മളവിടെ യുവിൻ്റെ സ്ഥാനത്ത് 5 മൈനസ് എ എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്ലസ് ഈ 5a എഴുതുക ഈക്വൽ ടു 13. ഓക്കെ അല്ലോ. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 അല്ലേ. അപ്പോൾ ഒരു എ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 5 ഇവിടെ എഴുതുക. 5 മൈനസ് 1a എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 5a നിന്ന് ഈ എ കുറയ്ക്കുക, ഒരു എ കുറയ്ക്കുക. അപ്പോൾ എത്രയായി വലുതിൻ്റെ ചിഹ്നം വേണം എഴുതാൻ. പ്ലസ് എന്താണ് 5 1 കുറച്ചാൽ 4 എ ഈക്വൽ ടു 13. ഇവിടെയാണ് നമ്മൾ കുറച്ചത്. എ എന്ന് പറഞ്ഞാൽ 1a വലിയതിൻ്റെ ചിഹ്നവും ഈ 5a നിന്ന് ഒരു എ കുറച്ചതാണ് 4a ഈക്വൽ ടു 13. ഇനി എന്താണ് 4a ഈക്വൽ ടു 13. ഈ 5 പ്ലസ് 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി -5 ആയി. 4a ഈക്വൽ ടു 13 നിന്ന് 5 കുറയ്ക്കാം 13 മൈനസ് 5 എത്രയാണ് 8. അപ്പോൾ നമുക്കിവിടെ 8 എഴുതാം. a ഈക്വൽ ടു 8/4. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ 8 എത്രയാണ് 2 ആണ് അല്ലേ. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലോ. ഇനി എന്താ യു ഈക്വൽ ടു 5 മൈനസ് എ കാണണം അല്ലേ. സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ സമയം വേഗത കാണണ്ടേ. അപ്പോൾ യു ഈക്വൽ ടു 5 മൈനസ് 2. യു ഈക്വൽ ടു എത്ര നമുക്ക് 5 2 കുറച്ചാൽ എത്രയാണ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ എ നമുക്ക് എത്ര കിട്ടി എ 2 മീറ്റർ പെർ സെക്കൻഡ്, യു 3 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ. അപ്പോൾ എ 2 മീറ്റർ പെർ എ എന്താണ് ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും വേഗത മാറും, സ്പീഡ് മാറുന്നതിൻ്റെയാണ് എന്ത് 2 മീറ്റർ പെർ സെക്കൻഡ്. യു എന്ന് പറയുന്നത് എന്താണ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വേഗത അല്ലെങ്കിൽ സ്പീഡ്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്പീഡ്.